കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിരുന്നു. അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൌകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പൊ അതിന്റെ പേരിൽ ആ സൌകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്. കൃത്യമായിട്ട് ഓർമ്മയില്ല. അതങ്ങനെ ചർച്ചയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പലപ്പോഴും ഈ തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതിൽ സ്ത്രീകൾക്ക് കൂടുതൽ, ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്ക് നടിമാർക്കും ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ. എന്തുകൊണ്ട് വളരെ അടിസ്ഥാന സൗകര്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല? ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ? ഇതെല്ലാം ഇഷ്യൂസാണ്. ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നത്, അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല. ഇപ്പൊ ഞങ്ങൾ ഈ സംഘടന ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇപ്പുറത്തോട്ട് മാറിക്കൊടുക്കാം, ഞങ്ങളൊരു 10 നടന്മാരോട് ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ 5 പേര് ഒരു മുറിയിലിരിക്കാം, മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരമായി എന്നുള്ളതിൽ നിങ്ങളൊരു 3 കാരവനും കൂടി ഏർപ്പെടുത്തും എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പൊ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ പോയി നോക്കൂ, ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് 5 വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്താണെന്നറിയാമോ, കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള വ്യക്തമായി പറയാൻ കഴിയാത്തത്. ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി, അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കും, അതിന് ഒരു ബുദ്ധിമുട്ടില്ല. നടനെ കുറിച്ച് പറയുന്നു, രാത്രികാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള നടപടിയെടുക്കാൻ എന്ത് ഭാഗം ചെയ്യാം. അല്ല, ഞാൻ പറഞ്ഞത് അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം, അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയാം. ഒരു ലൈസൻസിംഗ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്നൊരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ഒരു ലൈസൻസിംഗ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവില്ല. കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ടും ഇതിന്റെയൊക്കെ തുടക്കം. ഇപ്പോഴും പക്ഷേ ആ നടി പുറത്താണ്. ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അവര് മരിച്ചുപോയി എന്നൊക്കെ കരുതുന്നതൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് ആ 2020 എന്ന സിനിമ എടുക്കുന്നത് 2ാം ഭാഗത്തിൽ ഉണ്ടാവും ചോദിച്ചപ്പോൾ ആ 2020യുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരിക്കലും ആ നടിയൊന്നും അങ്ങനെ ആക്ഷേപിച്ചിട്ട്
അവരിപ്പോഴും പുറത്ത് തന്നെയല്ലേ? അല്ല, അതിന് കേസ് നടന്നുകൊണ്ടിരിക്കല്ലോ, കോടതിയിലിരിക്കുന്ന ഒരു മാറ്ററല്ലേ. അത് നമ്മൾ ഇതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു. നമ്മളിപ്പോ സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നത് ഇത്രയും വേഗം നടപ്പിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. നല്ല നിലപാടാണ്. പക്ഷെ അതിലുന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുകയാണ്. കാർത്തിക ഉച്ചാവട്ടെ, പവർ ഗ്രൂപ്പിന്റെ നിഷേധിച്ചിട്ടില്ല. ആരോപണം നിഷേധിച്ചു എന്ന് പറയല്ലേ? കംപ്ലീറ്റ് ചെയ്തു. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഈ കാർത്തിക നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട്? അല്ല, ഒരിക്കലും അല്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ നമ്മൾ നേരിട്ട് വന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാം. അതല്ല ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. പറഞ്ഞിട്ട് സാർ, അങ്ങ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ആർക്കെല്ലാം അങ്ങ് ക്ലീൻ ചിറ്റ് കൊടുക്കും ഈ ഒരു അവസരം? അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത്. അങ്ങനെ നമ്മൾ ആരെയും സർട്ടിഫൈ ചെയ്യേണ്ട കാര്യം. 506 പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 506 പേരെയും ഒരേപോലെ കാണാനേ സാധിക്കുള്ളൂ. ഓരോ മെമ്പേഴ്സിനോട്, അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല ഞാൻ. ഇത്രയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വന്നു, ഒരുപാട് പരാതികളുണ്ട് എന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയല്ല. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ സാധിക്കും. അമ്മയ്ക്ക് മാറ്റം കൊണ്ടുവരാനുള്ള അധികാരമില്ല, പവറില്ല. മമ്മൂട്ടി മോഹൻലാലും കമ്മിറ്റി മുമ്പ് ഹാജരായെന്നല്ലോ, എന്തൊക്കെയാണ് അവരോട് ചോദിച്ചത് അല്ലെങ്കിൽ അവർ പറഞ്ഞത്? ഏതാണ്? മമ്മൂട്ടി മോഹൻലാലും കമ്മിറ്റി മുമ്പിൽ ഹാജരായെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഞാനത് വിശദമായിട്ട് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പറഞ്ഞൊരു കാര്യം ഈ റിപ്പോർട്ട് വെച്ച് പുകമറച്ചിരിക്കുന്നതാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ തന്നെ അല്ലെങ്കിൽ ഇതും അനുബന്ധ തെളിവുകൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊക്കെ പുറത്തു വരികയാണെങ്കിൽ ആ പുകമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കി കൂടെ മാറും, തീർച്ചയായിട്ടും മാറും. അല്ല, അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയാണ്. ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുദ്ര വെച്ച കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാനാണ്. അത് വരട്ടെ, ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നിൽ വന്നതിന് ശേഷം അതിന് ആവശ്യങ്ങൾ വരട്ടെ. അമ്മ കക്ഷി തരുമോ? അല്ല, ഹർജി കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചില്ല, അതിന്റെ ആവശ്യമില്ല. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് തുറന്ന നിലപാടല്ല. താങ്കൾ ഈ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അതെ, താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹർജിയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ അല്ല, നമ്മള് അതിൽ ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് കൊണ്ടുവരാൻ. നമ്മൾ ഹർജി ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു. ഇനി പിന്നെ അതിനകത്ത് പറയുന്ന കാര്യം ഇനി ഉണ്ടെങ്കിൽ അല്ല, അതില് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് പരാതിയുള്ളവരെ സഹായിക്കാനായിട്ട് പരാതിയുള്ളവർ അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു. തീർച്ചയായിട്ടും